നമസ്കാരം. എത്ര മനക്കരുത്തുള്ളവർക്കും നെഞ്ചിടിപ്പോടെ മാത്രമേ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടിരിക്കാനാകൂ. ആഘോഷം അലയടിച്ചിരുന്ന ഉത്സവാന്തരീക്ഷം ഒറ്റ നിമിഷം കൊണ്ട് ഭീതിജനകമാകുന്നു. വെടിയൊച്ച കേട്ട് വിരണ്ട ആന തൊട്ടടുത്ത് നിന്ന ആനയെ കുത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം 2 ആനകളും ഇടഞ്ഞ് ഓടിയത്. ഭയചകിതരായ ജനം നാലുപാടും ചിതറി. തിക്കിലും തിരക്കിലും പെട്ട് പൊലിഞ്ഞത് 3 ജീവനുകളാണ്. പലരും പരുക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. ആരാണ് ഈ അപകടത്തിൻ്റെ ഉത്തരവാദികൾ? ആന എഴുന്നള്ളത്തിനും പരിപാലനത്തിനും കർശന ചട്ടങ്ങൾ നിലവിൽ ഉണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇത്തരം സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഈ അപകടത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായാണ് ജില്ലാ കളക്ടറും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും വനം മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഇല്ലായിരുന്നുവെന്നും വെടിക്കെട്ട് നടത്തിയത് നിയമം ലംഘിച്ചാണ് എന്നും വനമന്ത്രി AK ശശീന്ദ്രനും പറയുന്നു. ആനയുടെ ഉടമസ്ഥർ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർക്കെതിരെ കേസ് എടുക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടിയിട്ടുമുണ്ട്. അതേസമയം ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ വലിയ പ്രതിഷേധം ഉയർത്തുന്ന മലയാളികൾക്ക് ഇത്തരം സംഭവങ്ങളോടുള്ള പ്രതികരണം എന്താണ്? എഴുന്നള്ളിച്ച് കൊണ്ടുവരണോ അപകടം എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.